നമസ്കാരം. മലയാളം ടെലിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൃക്കരോഗികളുടെ ചികിത്സയ്ക്കായി തിരൂരിൽ സജ്ജമായ ഡയാലിസിസ് സെന്റർ കേന്ദ്രമന്ത്രി ജയറാം രമേശ് ശനിയാഴ്ച രാവിലെ ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള ജില്ലാതല പരിശീലനം മലപ്പുറത്ത് നടന്നു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ മലപ്പുറം ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനവും അവാർഡ് ദാനവും കളക്ടർ കെ ബിജു ഉദ്ഘാടനം ചെയ്തു. കേരള വിധവ വെൽഫെയർ സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ മലപ്പുറം ജില്ലാ വിധവ സംഗമം ഒരുക്കുന്നു. വാർത്തകൾ വിശദമായി. വൃക്കരോഗികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ രംഗത്ത് തദ്ദേശ സ്വയം ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള കേരളത്തിലെ ആദ്യ സംരംഭം ശനിയാഴ്ച തിരൂർ ജില്ലാ ആശുപത്രി കോമ്പൗണ്ടിൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ജയറാം രമേശ് ഉദ്ഘാടനം ചെയ്യും. ഇ.ടി. മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിക്കും. തിരൂർ ജില്ലാ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തന സജ്ജമാകുന്ന ഡയാലിസിസ് സെന്റർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൃക്കരോഗികൾക്കായി തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റാണ് ഇത്. ഒരു മാസത്തിനുള്ളിൽ തിരൂരങ്ങാടിയിലും പൊന്നാനിയിലും കൂടി ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തന സജ്ജമാകും. പ്രാദേശിക ഭരണകൂടങ്ങളുടെയും അതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ജനകീയമായ കൂട്ടായ്മയോടുകൂടി കിഡ്നി രോഗം ബാധിച്ച ആളുകളെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ഇന്നലെ വരെ അവർക്ക് ആവശ്യമായ തരത്തിൽ അവർക്ക് ആവശ്യമുള്ള സംഖ്യ മുഴുവൻ നമ്മൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഒരു കൈത്താങ് എന്നുള്ള രൂപത്തിൽ ഒരു മാസത്തിൽ 2000 രൂപ അവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടത്തി വരികയാണ്. ജില്ലയിലെ വൃക്കരോഗികൾക്ക് വേണ്ടി 6 വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി മുമ്പാകെ രോഗികൾ നിരന്തരമായി ഉന്നയിച്ച ആവശ്യം പരിഗണിച്ചാണ് സൗജന്യ ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾക്ക് ശ്രമം തുടങ്ങിയത്. ഈ ശ്രമത്തെ പിന്തുണച്ച് സഹായഹസ്തവുമായി ഏറ്റവും ആവേശപൂർവ്വം മുന്നോട്ട് വന്നത് ഇ.ടി. മുഹമ്മദ് ബഷീർ MP ആണ്. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ പൊന്നാനി, തിരൂർ, തിരൂരങ്ങാടി എന്നിവിടങ്ങളിലേക്ക് ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുവാൻ 20 ലക്ഷം രൂപ വീതം 60 ലക്ഷം രൂപ അദ്ദേഹം പ്രാദേശിക വികസനത്തിനായുള്ള ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയുണ്ടായി. ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റു 2 യൂണിറ്റുകൾക്ക് 40 ലക്ഷം രൂപയും അദ്ദേഹം അനുവദിച്ചു. MLA-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് അവരുടെ നിയോജക മണ്ഡലത്തിന്റെ അതിരുകൾ പരിഗണിക്കാതെ ഡയാലിസിസ് യൂണിറ്റുകളുടെ നിർമ്മാണത്തിനു വേണ്ടി അനുവദിക്കാമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അപേക്ഷ പരിഗണിച്ച് മലപ്പുറം ജില്ലയിലെ MLA-മാർക്ക് മാത്രം അനുമതി നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ ഉത്തരവ് പ്രകാരം വേങ്ങര മണ്ഡലം MLA P.K. കുഞ്ഞാലിക്കുട്ടി 10 ലക്ഷം രൂപയും മങ്കട മണ്ഡലം MLA T.A. അഹമ്മദ് കബീർ 6 ലക്ഷം രൂപയും തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുണ്ട്. തിരൂർ MLA C. മമ്മൂട്ടി തിരൂരിലെ യൂണിറ്റിന് 15 ലക്ഷം രൂപയും പൊന്നാനി MLA ശ്രീരാമകൃഷ്ണൻ പൊന്നാനി യൂണിറ്റിന് 12 ലക്ഷം രൂപയും തിരൂരങ്ങാടി MLA വിദ്യാഭ്യാസ മന്ത്രി P.K. അബ്ദുൾ റബ്ബ് തിരൂരങ്ങാടി യൂണിറ്റിന് 5 ലക്ഷം രൂപയും അനുവദിച്ചു. 2012-13 സാമ്പത്തിക വർഷത്തിലെ ജനകീയ വിഭവ സമാഹരണ ക്യാമ്പയിൻ സമയത്താണ് ഡയാലിസിസ് യൂണിറ്റിന്റെ നിർമ്മാണം കൂടി തുടർ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റാണ് ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ആദ്യം യാഥാർത്ഥ്യമാവുന്ന യൂണിറ്റ്. MP, MLA-മാർ എന്നിവരുടെ സഹായത്തിന്റെ പുറമെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും പൊതുജനങ്ങളിൽ നിന്നും ത്രിതല പഞ്ചായത്തുകൾ, സഹകരണ ബാങ്കുകൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, സർക്കാർ ജീവനക്കാർ തുടങ്ങിയവരിൽ നിന്നും കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി പിരിച്ചെടുത്ത തുകയും ഉപയോഗിച്ചുകൊണ്ടാണ് 1,25 ലക്ഷം രൂപയോളം ചെലവ് ചെയ്ത് തിരൂരിലെ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ജില്ലാ ആശുപത്രിയിലാണ് ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിൽ പോലും തിരൂർ താലൂക്കിലെ ഏറ്റവും പാവപ്പെട്ട വൃക്കരോഗികൾക്കാണ് ഇവിടെ ചികിത്സയ്ക്ക് ആദ്യ പരിഗണന നൽകുക. തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകളിലെ രോഗികൾക്ക് ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയോട് ചേർന്നുള്ള ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഇവിടങ്ങളിൽ സൗജന്യ ചികിത്സയ്ക്ക് അവസരം ലഭിക്കും. മലപ്പുറം ജില്ലാ ആസ്ഥാനത്തും പെരിന്തൽമണ്ണ താലൂക്ക് ആസ്ഥാനത്തും ഈ വർഷം തന്നെ ഡയാലിസിസ് യൂണിറ്റുകളുടെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് സൗകര്യം ജില്ലയിലൊന്നാകെ സജ്ജമാക്കുന്നതിന്റെ തുടക്കമാണ് തിരൂരിൽ നിർവഹിക്കപ്പെടുന്നത്. ഇ.ടി. മുഹമ്മദ് ബഷീർ MP അധ്യക്ഷത വഹിക്കും. ടൂറിസം വകുപ്പ് മന്ത്രി MP അനിൽകുമാർ, ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. C. മമ്മൂട്ടി MLA ഡയാലിസിസ് കിറ്റുകളുടെ കൈമാറ്റം നിർവഹിക്കും. MLA-മാരായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അബ്ദുസമദ് സമദാനി, T.A. അഹമ്മദ് കബീർ, K.T. ജലീൽ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും.
പ്രവർത്തകരും ത്രിതല പഞ്ചായത്ത് സാരഥികളും ഉദ്യോഗസ്ഥ പ്രമുഖരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും പ്രസംഗിക്കും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള ജില്ലാതല പരിശീലനം മലപ്പുറത്ത് നടന്നു. മലപ്പുറം DPTC ഹാളിൽ നടന്ന പരിശീലനം അഡ്വക്കേറ്റ് ഉമ്മർ MLA ഉദ്ഘാടനം ചെയ്തു. പദ്ധതി പ്രവർത്തനത്തിനായി സർക്കാർ നൽകിയ ഫണ്ടിനേക്കാളും അധികമാണ് ജില്ലയിലെ 70 പഞ്ചായത്തുകൾ ചിലവാക്കിയതെന്നും യോഗം കണ്ടെത്തി. ഭരണഘടനാപരമായ ഒരു ബാധ്യത എംപ്ലോയ്മെന്റ് ചുരുങ്ങിയ ഇത്ര ദിവസത്തേക്കെങ്കിലും കൊടുക്കുവാനുള്ള അഷ്വറൻസ് രാജ്യത്താകെ പ്രഖ്യാപിക്കുകയും അത് ഒരു പരിധിവരെ വിജയിപ്പിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. കേരളം നമുക്കറിയാം, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പൊതുജനാരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, വികസന രംഗത്തൊക്കെ തന്നെ ഒരുപാട് മുന്നോട്ട് പോവുകയും മാത്രമല്ല ഇവിടുത്തെ ജീവിത നിലവാരവും ജീവിത സാഹചര്യവുമൊക്കെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ പലപ്പോഴും നടപ്പിലാക്കുമ്പോൾ നമുക്ക് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അധിക ചെലവ് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകിയ 80 കോടിയിൽ 27 കോടി മാത്രമേ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളൂ എന്നും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകിയ 80 കോടിയിൽ 27 കോടി മാത്രമേ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളൂ എന്നും തുക ഡിസംബറിന് മുമ്പായി ചെലവാക്കാത്ത പക്ഷം ലാപ്സായി പോകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്റ മമ്പാട്, PK കുഞ്ഞു, TT കോയാമു, ജയദേവൻ എന്നിവർ സംബന്ധിച്ചു. കൂട്ടിലങ്ങാടി സർക്കാർ UP സ്കൂളിൽ 3 പദ്ധതികളുടെ ഉദ്ഘാടനം TA അഹമ്മദ് കബീർ MLA നിർവഹിച്ചു. സ്കൂൾ ബസ്, ട്രാൻസ്ഫോർമർ, മിനി വാട്ടർ സപ്ലൈ സ്കീം എന്നീ 3 ഇനങ്ങളാണ് വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വിദ്യാലയത്തിന് സ്വന്തമായൊരു സ്കൂൾ ബസ്, ട്രാൻസ്ഫോർമർ, മിനി വാട്ടർ സപ്ലൈ സ്കീം എന്നിങ്ങനെ 3 ഇന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കൂട്ടിലങ്ങാടി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നത്. ഇന്ന് കാണുന്ന വിദ്യാഭ്യാസപരമായ ഉണർവ് സജീവമായി നിലനിർത്തുന്നത് നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടത്. പൊതുവെ നമ്മുടെ അധ്യാപകർ ഈ രംഗത്ത് മാതൃകാപരമായി പ്രവർത്തിച്ചു വരികയാണ്. അവരെ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. ഇന്ന് നമ്മുടെ ജില്ലയിലുണ്ടായ ഈ വളർച്ചയ്ക്ക് കാരണം നമ്മുടെ അധ്യാപകരുടെ ആത്മാർത്ഥമായ പരിശ്രമം. വിദ്യാലയത്തിലേക്കുള്ള സ്കൂൾ ബസ് ഉദ്ഘാടനം TA അഹമ്മദ് കബീർ MLAയും ട്രാൻസ്ഫോമർ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് P ഉസ്മാനും വാട്ടർ സപ്ലൈ സ്കീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉമ്മർ അറക്കലും നിർവഹിച്ചു. വിദ്യാലയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ NK അഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ NK അബ്ദുസമദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ബഷീർ മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ CH ഉമ്മുകുൽസു, SMC ചെയർമാൻ PK ഉമ്മർ, CK അബ്ദുൽ മജീദ്, സത്യാനന്ദ്, റൌഫ് എന്നിവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ മലപ്പുറം ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനവും അവാർഡ് ദാനവും മലപ്പുറം കളക്ടറേറ്റിൽ കളക്ടർ K ബിജു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലെ കലാപരമായ കഴിവുകൾ പരിപോഷിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ തകഴി അവാർഡ് നേടിയ റഹ്മാൻ കിടങ്ങയം, വിദ്യാരംഗം സംസ്ഥാന അവാർഡ് നേടിയ അശോക് കുമാർ എന്നിവർ ഉപജില്ലയിലെ മികച്ച അച്ചടി മാസികകൾ, മികച്ച ഉപജില്ലകൾ എന്നിവയ്ക്കുള്ള ഉപഹാരവും വിതരണം ചെയ്തു. ചടങ്ങിൽ മലപ്പുറം DEO സഫറുള്ള, മുണ്ടൂർ സേതു മാധവൻ, P ജയപ്രകാശ്, KP ഉണ്ണി, KN ഷാജാൻ, മാധവിക്കുട്ടി എന്നിവരും സംസാരിച്ചു. ക്ഷേത്ര സ്വത്ത് പിടിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ക്ഷേത്ര സമിതി മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് കദംബൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം തകർന്നാൽ അന്ധവിശ്വാസം തകർന്നു എന്ന നിലപാടുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഇതിനാൽ തന്നെ ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ തടയുന്നതിന് യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും കദംബൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഏത് കാലത്തും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഈശ്വരന്മാരുടെ തപോവനത്തിന്റെ ഭാഗമായുണ്ടായ ക്ഷേത്രങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുവാൻ സാധിക്കാതെ വന്ന സമയത്ത് ആ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന വെല്ലുവിളികളെ ഹൈന്ദവ ജനത ഒറ്റക്കെട്ടായി നേരിട്ടുകൊണ്ട് തന്നെ അത് അതിൻ്റെതായ ശക്തിയിൽ ഊർജത്തോടുകൂടി
കൊണ്ടുവരുവാൻ കേരളത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. ക്ഷേത്രങ്ങളുടെ സ്വത്തിലാണ് ഇപ്പോൾ സർക്കാരുകളുടെ നോട്ടം എന്ന് ഇതൊരിക്കലും വിട്ടു നൽകില്ലെന്നും കദംബൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ധർണയിൽ PV മുരളീധരൻ, വാസുദേവൻ മാസ്റ്റർ, NCV നമ്പൂതിരി, KP ശിവരാമൻ എന്നിവർ സംസാരിച്ചു. കേരള വിധവ വെൽഫെയർ സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം വാരിയംകുന്നത്ത് മുനിസിപ്പൽ ടൗൺ ഹാളിൽ മലപ്പുറം ജില്ലാ വിധവാ സംഗമം ഒരുക്കുന്നു. ചടങ്ങ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. കുൽസ് ഉദ്ഘാടനം ചെയ്യും. കേരള വിധവ വെൽഫെയർ സംഘത്തിന്റെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഭാവി പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും വേണ്ടിയാണ് സെപ്റ്റംബർ 30 രാവിലെ 10 മണിക്ക് മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന കേരള വിധവ വെൽഫെയർ സംഘത്തിന്റെ മലപ്പുറം ജില്ലാ വിധവാ സംഗമം സംഘടിപ്പിക്കുന്നത്. ഈ സംഘം കേരളത്തിലെ ഒരു അംഗീകൃത സംഘടനയാണ്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 2011 മുതൽ കേരളത്തിൽ ശ്രീ KK ചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ്. സംഘടന മലപ്പുറം ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 2012-ലാണ്. വളരെ സമീപകാലത്താണ് പ്രവർത്തനം ആരംഭിച്ചത്. പരിപാടിയിൽ വനിതാ വികസന കോർപ്പറേഷൻ അഡ്വക്കേറ്റ് P. കുൽസു ഉദ്ഘാടനം ചെയ്യും. P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ മുഖ്യാതിഥിയായിരിക്കും. അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം, സോണിയ ജോർജ്, P. ഉബൈദുള്ള MLA, KK ചന്ദ്രൻ മാസ്റ്റർ MLA, സുഹറ മമ്പാട്, KP മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള, C. അബ്ദുൽ നാസർ, CH ജമീല, മുനീറ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. Malayalam Television News sponsored by തെയ്യമ്പാട്ടിൽ ജ്വല്ലറി, പുത്തനത്താണി, തിരൂർ, കൊട്ടയ്ക്കൽ. നിങ്ങളുടെ വീടുകൾക്കേകൂ പുത്തൻ പകിട്ട്, നിങ്ങളുടെ വീടുകൾക്കേകൂ നവചൈതന്യം. റിയാസ് ഫർണിച്ചർ മാർട്ട്, കാലിക്കറ്റ് റോഡ്, പുത്തനത്താണി. ചൂടുവയ്ക്കാം ആയുർവേദത്തിലേക്ക്. ആയുർ ജീവ ആയുർവേദിക് ഹോസ്പിറ്റൽ, പേരിശന്നൂർ, കുറ്റിപ്പുറം. ചില ബന്ധങ്ങൾക്ക് വില പറയാനാവില്ല. ജോസ് ആലുക്കാസ്, ഇത് പൊന്നിൽ തീർത്ത ബന്ധം. നേരറിയാൻ നേരിട്ട് വരൂ. AB ഫർണിഷിംഗ്, കുറ്റിപ്പുറം റോഡ്, വളാഞ്ചേരി. എന്റെ കയ്യിലുണ്ട്, ഇത്താത്തയുടെ മനസ്സിലുണ്ട്. അതെന്താ? ഇപ്പോഴേ നിക്ഷേപിച്ചു തുടങ്ങിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ടെൻഷൻ അടിക്കണ്ട. കനകമഹൽ ജ്വല്ലേഴ്സ്, പുത്തനത്താണി, എടരിക്കോട്. വാർത്തകൾ തുടരുന്നു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ അടിയന്തര പ്രാധാന്യമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ സെപ്റ്റംബർ 27 കൂട്ടധർണ നടത്തും. നഴ്സുമാരുടെ പ്രമോഷൻ അനുപാതം അട്ടിമറിക്കാതിരിക്കുക, ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ പ്രമോഷൻ നടത്തുക, വിലക്കയറ്റം തടയുക, PSC നിയമനം ത്വരിതപ്പെടുത്തുക, താൽക്കാലിക നഴ്സുമാർക്ക് തുല്യവേതനവും അവധിയും അനുവദിക്കുക, 1961 സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുക, 8 മണിക്കൂർ ജോലി നടപ്പിലാക്കുക, യൂണിഫോം അലവൻസ് വർദ്ധിപ്പിക്കുക, അവശ്യമരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സർക്കാർ ആശുപത്രികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സെപ്റ്റംബർ 27 ജില്ലാ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ നടത്തുന്നത്. കൂട്ടധർണയോടെ ഉചിതമായ പരിഹാരമുണ്ടാവാത്ത പക്ഷം KGN ഒക്ടോബർ 2ാം വാരം സൂചനാ പണിമുടക്ക് നടത്തുമെന്നും സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. കേരളത്തിന് അനുവദിച്ച IFLU ക്യാമ്പസ് നഷ്ടപ്പെടുത്തരുത്, കക്ഷി രാഷ്ട്രീയ വടംവലി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SIO സംസ്ഥാന കമ്മിറ്റി ഒക്ടോബർ 5 പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് SIO നേതാക്കൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2012 മാർച്ച് 10 മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് പാണക്കാട്ട് 75 ഏക്കർ ഭൂമി IFLU അധികൃതർക്ക് കൈമാറുന്നത്. അതുവരെ ഭൂമി ലഭ്യമല്ലെന്ന വാദം ഉന്നയിച്ച് IFLU അധികൃതർ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ അനുമതിയില്ലെന്ന തടസ്സവാദം ഉന്നയിച്ചാണ് നടപടിക്രമങ്ങൾ നിർത്തിവെച്ചത്. MHRDയുടെ അനുമതിയില്ലാത്ത ഒരു പദ്ധതിക്കായി എന്തിനാണ് ഭൂമി കൈമാറിയതെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കണമെന്ന് SIO ആവശ്യപ്പെട്ടു. IFLU മെയിൻ
ക്യാമ്പസിനോടനുബന്ധിച്ച് അവിടുത്തെ പ്രാവീണ്യമുള്ള അധ്യാപകരെ ഉപയോഗപ്പെടുത്തി നടത്തിവരുന്ന COF എന്ന ഷോർട്ട് ടൈം കോഴ്സ് ആണ് മലപ്പുറത്തെ ഇഫ്ലു ക്യാമ്പസിൽ അനുവദിച്ചത്. മെയിൻ ക്യാമ്പസിലുള്ളതുപോലെയുള്ള അധ്യാപകരെയും ഫണ്ട് ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടലും കാര്യക്ഷമമല്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി സ്ഥിരാനുമതി തന്നെ നിഷേധിക്കാൻ ഇത് കാരണമാകും. 2014-15 വർഷത്തിൽ പാർലമെന്റ് ഇലക്ഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നടപടിക്രമവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമാകും. അടുത്ത കേന്ദ്രമന്ത്രിസഭ മുന്നിൽ കണ്ടുകൊണ്ട് ഇഫ്ലു ക്യാമ്പസ് ഭാവിയിൽ രൂപപ്പെടുത്താനും സാധ്യമല്ല. 2007 പ്രപ്പോസൽ കൊണ്ടുവന്ന പദ്ധതി 2014-15 വർഷത്തിൽ പാർലമെന്റ് ഇലക്ഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നടപടിക്രമവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്നും അടുത്ത കേന്ദ്രമന്ത്രിസഭ മുന്നിൽ കണ്ടുകൊണ്ട് ഇഫ്ലു ക്യാമ്പസ് ഭാവിയിൽ രൂപപ്പെടുത്താനും സാധ്യമല്ലെന്നും പ്രവർത്തകർ അറിയിച്ചു. 2007 പ്രപ്പോസലിൽ വന്ന പദ്ധതി 2013 നിൽക്കെ മലയാളിയായ ശശി തരൂർ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന്റെ സഹമന്ത്രിയായിരിക്കെയാണ് കേരളത്തിന് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നതെന്നും അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും ആദിവാസി ദലിത് പിന്നോക്ക ന്യൂനപക്ഷ പുരോഗതിക്കും മുതൽക്കൂട്ടാകുന്ന ഈ പദ്ധതി രാഷ്ട്രീയ വടംവലിയിൽ ജില്ലയിലെയും ജനപ്രതിനിധികളുടെയും തടസ്സമായി നിൽക്കുന്നു. ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ രാഷ്ട്രീയ പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ഇഫ്ലു വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ SIO ഇടപെട്ടിട്ടുണ്ടെന്നും ഇഫ്ലു അട്ടിമറിക്കെതിരെ ജനപ്രതിനിധികളെ സന്ദർശിക്കൽ, 13 ദിവസം മലപ്പുറത്ത് തെരുവ് ക്ലാസ്, പോസ്റ്റ് ഓഫീസ് മാർച്ചുകൾ, സെക്രട്ടേറിയറ്റ് ധർണ തുടങ്ങിയ പരിപാടികൾ നടത്തിയിട്ടുണ്ടെന്നും SIO നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ തൗഫീഖ് KP, KK അഷ്റഫ്, നിഷാദ് കുന്നക്കാവ് എന്നിവർ പങ്കെടുത്തു. ജനസേവനം ജീവിത ദൗത്യം എന്ന മുദ്രാവാക്യം ഉയർത്തി PDP മാറാക്കര പഞ്ചായത്ത് 7ാം വാർഡ് കമ്മിറ്റി കാടുകൾ വെട്ടി വൃത്തിയാക്കി മാതൃകയായി. PDP മാറാക്കര പഞ്ചായത്ത് 7ാം വാർഡ് കമ്മിറ്റി ജനസേവനം ജീവിത ദൗത്യം എന്ന മുദ്രാവാക്യവുമായി കരേക്കാട് മദ്രസയിലേക്കും പള്ളിയിലേക്കും പോകുന്ന കരേക്കാട് മദ്രസപ്പടി റോഡിൽ തിങ്ങി നിറഞ്ഞിരുന്ന കാടുകൾ വെട്ടിത്തെളിയിച്ച് മാതൃകയായി. മദ്രസകളിലേക്ക് കുട്ടികൾക്ക് പോവാൻ കഴിയാത്ത വിധം നായകളും കുറുക്കന്മാരും നിറഞ്ഞു നിൽക്കുന്ന കാടുകളാണ് PDP പ്രവർത്തകർ ചേർന്ന് വൃത്തിയാക്കിയത്. PDP 7ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ കരിമ്പനക്കൽ, ഷമീർ ബാബു CP, അലവിക്കുട്ടി, അസീസ് കമ്പക്കോടൻ, കുഞ്ഞിപ്പ നെയ്യത്തൂർ, അലി വേലായുധൻ, കാസിം, മുസ്തഫ എന്നിവർ നേതൃത്വം കൊടുത്തു. കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ലഹരിക്കെതിരെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി അഖില കേരള പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ ബ്രദേഴ്സ് ഓഡിറ്റോറിയത്തിലാണ് മത്സരം. വാർത്തകൾ ഒരിക്കൽ കൂടി. വൃക്കരോഗികളുടെ ചികിത്സക്കായി തിരൂരിൽ സജ്ജമായ ഡയാലിസിസ് സെന്റർ കേന്ദ്രമന്ത്രി ജയറാം രമേശ് ശനിയാഴ്ച രാവിലെ ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള ജില്ലാതല പരിശീലനം മലപ്പുറത്ത് നടന്നു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ മലപ്പുറം ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനവും അവാർഡ് ദാനവും കളക്ടർ K. ബിജു ഉദ്ഘാടനം ചെയ്തു. കേരള വിധവ വെൽഫെയർ സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ മലപ്പുറം ജില്ലാ വിധവാ സംഗമം ഒരുക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.